എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. 1200 മിഥുനമാസം 24-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള 8 ദിനങ്ങളിലേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം മിഥുനമാസം 32-ാം തീയതി സംക്രമമാകുന്നു. പിന്നീട് കർക്കിടകം 1 ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 17-ാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർമ്മമേഖലയിൽ നല്ലൊരു മാറ്റം ധനുരാശിക്കാർക്കാകാം. കർമാധിപനായ ഗ്രഹം ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ജോലിയിൽ ഉയർച്ച വരിക, പ്രമോഷൻ വരിക, എന്നിട്ട് തൽക്കാലം വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. ദൂരത്തുള്ള ദേശത്ത്, അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. അപ്പോൾ ദാമ്പത്യത്തിന് ചെറിയൊരു ഗ്യാപ്പ് വരാം. പലപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ, ഒരു പക്ഷേ മാസത്തിൽ മാത്രം അല്ലെങ്കിൽ ആഴ്ചയിൽ മാത്രം വീട്ടിലേക്ക് വരുന്നൊരവസ്ഥ സംജാതമാകും. അവിടെ ഭാര്യയും ഭർത്താവും ഒരുങ്ങിയിരിക്കണം. എന്നാൽ ബുദ്ധിമുട്ടില്ല. വലിയൊരു പ്രമോഷനിലേക്കൊക്കെ പോകും തൻ്റെ പുത്തൻ ജോലി. കാരണം കർമാധിപനായ ബുധൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് ഉച്ചത്തിലേക്ക് വരികയാണ്. 8-ൽ ബുധൻ വരുന്നത് വളരെ നല്ലതാണ്. വിശ്രുത ഗുണാഹ, നല്ല ഗുണങ്ങളാൽ തനിക്ക് ആദരവ് ലഭിക്കുമെന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. അത് വളരെയധികം ധനുരാശിക്കാർക്ക് ഗുണകരമായി വരും. കാരണം 7-ാം ഭാവത്തിൽ വ്യാഴമാണ്. പിതൃതോതിക, പിതാവിനെക്കാട്ടും പ്രശസ്തനാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആ വ്യാഴത്തിന് ചെറിയൊരു മൗഢ്യമുണ്ട്. ഏകരാശിയിലെ മൗഢ്യമാണ്. അതിനാൽ അധികം ബുദ്ധിമുട്ടേണ്ടുന്ന അവസ്ഥ വരികയില്ല. പൂർവികമായ സ്വത്ത് ലഭിക്കും. അച്ഛൻ്റെ സ്വത്ത് വകകളൊക്കെ ലഭിക്കും. കാരണം ധനുരാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട്, പിതൃധനി, അച്ഛൻ്റെ പിതാവിൻ്റെ ധനം ലഭിക്കുക. ഇവിടെ 6-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. നല്ല ചില ശത്രുക്കളൊക്കെ ഉണ്ടാകാം. ആ ശത്രുദോഷങ്ങളൊക്കെ മാറ്റുക. വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യുക. ഒരു നാളികേരം അടിച്ച് പൊട്ടിക്കുക. ദാമ്പത്യ ശ്രേയസ്സിനായി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. ദാമ്പത്യത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ധനുരാശിക്കാർക്ക് മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. ചെറിയൊരു കണ്ടകശനിയുണ്ട്. അതിനാൽ ഈ കണ്ടകശനിയുടെ ദോഷം മാറാൻ നീരാഞ്ജനം ശനിയാഴ്ച ചെയ്യാം. അല്ലെങ്കിൽ ശനിയാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കുക. അത് ഹനുമാൻ സ്വാമിക്കായാലും അത് ശാസ്താവിനായാലും അയ്യപ്പനായാലും വളരെയധികം ഗുണം ചെയ്യും. ശാരീരികമായി ഗ്യാസ് കൊണ്ട് പൊള്ളുന്ന സമയമാണ്. ഇയർ ബാലൻസിങ്ങിനും ബുദ്ധിമുട്ടുണ്ടാകാം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ധനുരാശിക്കാർ മുന്നോട്ട് നീങ്ങുക. കാരണം ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം സൂര്യൻ വ്യാഴത്തോടുകൂടി ഒന്നിച്ച് ഒരു രാജയോഗം ചെയ്തു നിൽക്കുന്നു. 7-ൽ വ്യാഴം വരുമ്പോൾ പല കാര്യങ്ങൾക്കും പേരും പ്രശസ്തിയും ഉണ്ടാകാൻ അനുകൂലമാണ്. അത് പഠിതാക്കൾക്കായാലും ഗവേഷകർക്കായാലും ആ 7-ലെ വ്യാഴം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.